പക്ഷേ നമ്മുടെ അസീം മുനീർ, പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ, അയാളെ ട്രംപ് വിരുന്ന് വിളിച്ച് സൽക്കരിക്കുന്നു. വലിയ രീതിയിലുള്ള ആയുധ ഉടമ്പടികളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തുന്നു. ഇന്ത്യ അമേരിക്ക ഒരു സൗഹൃദ അന്തരീക്ഷം കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അത് മറന്നുകൊണ്ടാണ് ട്രംപ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു നയതന്ത്ര തലത്തിലെ വീഴ്ചയാണെന്ന് ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു. ഇന്ത്യക്ക് ഈ അമേരിക്ക പാകിസ്ഥാൻ സൗഹൃദ അന്തരീക്ഷം ഇന്ത്യക്കൊരു ഭീഷണിയായി മാറില്ലേ? അല്ല, എനിക്ക് തോന്നുന്നതേ ഈ ട്രംപ് എന്ന് പറയുന്ന കക്ഷി, ട്രംപ് തന്നെ നിർവചിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വ്യക്തമാക്കിയ ഒരു കാര്യം. അത് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അമേരിക്കയെ നമ്മൾ പല കാര്യങ്ങളിലും രാഷ്ട്രീയമായിട്ട് വിമർശിക്കുമെങ്കിലും അമേരിക്കയ്ക്ക് ഒരു അന്തസ്സ് പൊതുവെ ലോകം മുഴുവനും നൽകിയിരുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പോലീസുകാരനാണ് അമേരിക്ക എന്ന നിലയ്ക്ക് അമേരിക്ക പെരുമാറുന്നത് കൊണ്ടാണ് പലപ്പോഴും അമേരിക്ക വിമർശിക്കപ്പെട്ടിരുന്നത്. അമേരിക്ക പലയിടങ്ങളിലും നടത്തിയ ഇടപെടലുകൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ, അതേപോലെ വിയറ്റ്നാമിൽ, അതേപോലെ ഇറാഖിൽ ഒക്കെ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ എന്ന് പറയുന്നത് ലോകത്തിനത്ര ഇഷ്ടമായിട്ടുള്ള ഇടപെടലുകളായിരുന്നില്ല. എങ്കിലും അമേരിക്കയ്ക്കൊരു അന്തസ്സുണ്ട് എന്ന നിലക്ക്, അമേരിക്കയ്ക്ക് ഒരു കൾച്ചറുണ്ടെന്ന നിലക്ക് അമേരിക്ക കാണുന്ന രീതി കുറച്ച് അംഗീകാരത്തോടുകൂടി കാണുന്ന ഒരു രീതി നിലവിലുണ്ട്. ആ രീതി പൊളിച്ച ഒരു നേതാവാണ് ട്രംപ്. ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. കച്ചവടക്കാരൻ ഭരണാധികാരി ആയതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്താണ് ഈ ഒരു സർക്കാരിൻ്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ ബിസിനസ്സാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കച്ചവടക്കാർ ഭരണാധികാരികളായി വരുന്നതിൽ വലിയ അപകടമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് വ്യവസ്ഥയില്ലാത്ത തരത്തിൽ, കച്ചവടത്തിനൊക്കെ നല്ല വ്യവസ്ഥയുണ്ട്, കച്ചവടത്തിൻ്റെ പുരോഗതിയും ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, ഇതൊരു വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായി ഇയാൾ മാറിയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചോദിച്ച സമയത്ത് ഉയർന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസിം നസീറിനെ വിളിച്ച് അയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ സദ്യ കൊടുക്കുന്നു, അല്ലെങ്കിൽ വിരുന്ന് കൊടുക്കുന്നു. എന്തിന് എന്ന് പറയുന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ നടത്തപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം, ആ യുദ്ധം ഉണ്ടാക്കിയത് ട്രംപാണ്. ട്രംപ് പറഞ്ഞു ഇസ്രായേലിനോട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു, അവരെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആ യുദ്ധത്തിൽ ഇനി ആരെയാണ് മറ്റൊരാളെ ഉപയോഗിക്കേണ്ടത് എന്നുവെച്ചാൽ അമേരിക്കയിലത്തെ ഇടപെടുന്നില്ല. അമേരിക്ക ഇടപെടാതെ നിന്നുകൊണ്ട് അമേരിക്കയുടെ ശിങ്കിടികളായിട്ടുള്ള ആളുകളെ കൊണ്ട് അടുപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇസ്രായേലിനൊരു കൊട്ടേഷൻ കൊടുത്താണ് ഇറാനെ അടിക്കാനായിട്ട്. പക്ഷേ ആ കൊട്ടേഷൻ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രായേൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അതെ, പാകിസ്ഥാനെയും അതിൽ പങ്കെടുപ്പിക്കാനായിട്ട് യഥാർത്ഥത്തിൽ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള വിരുന്ന്, പെട്ടെന്നുള്ള സൗഹൃദം. കാരണം ഇറാനും അതേപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ നമുക്ക് വിചാരിക്കാൻ കഴിയുന്നൊരു കാര്യം, പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് ഇറാനെതിരെ കൊടുക്കുകയും ഇറാൻ്റെ കോൺസെൻട്രേഷൻ തകർക്കുകയും ചെയ്യും. വലിയ യുദ്ധവിജയത്തിൻ്റെ പ്രശ്നമല്ല, ചുമ്മാ മാന്തുക. അപ്പോൾ ഇറാന് ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ അവരുടെ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാറേണ്ടി വരും. അത് മതി യുദ്ധം പൊളിക്കാനായിട്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കണം. ഒന്ന്. രണ്ട്, ട്രംപിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ വാങ്ങാനായിട്ടുള്ള കസ്റ്റമർ ആരാണ്? അത് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ അത് കൊടുക്കാം. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ ആയുധങ്ങൾ, 5ാം തലമുറ യുദ്ധം അല്ലേ, 5ാം തലമുറ യുദ്ധ ഉപകരണങ്ങൾ പാകിസ്ഥാന് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനെ വ്യാമോഹിപ്പിച്ച് പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുക. ഇതായിരിക്കണം ലക്ഷ്യം. ഇതിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, അയൽ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും
നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഏത് സമയത്താണ് മോശമായിട്ടുള്ള രീതിയിൽ നമ്മളോട് പെരുമാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എക്കാലത്തും സ്പോയിൽഡ് ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമുക്ക് അവരെ നോക്കിക്കാണാനായിട്ട് കഴിയും. നമ്മളെന്താ വിചാരിച്ചിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപും അതേപോലെ തന്നെ മോദിയും ഭായ് എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. മൈ ഫ്രണ്ട് എന്നാണ് ഇയാൾ ഇടക്കിടക്ക് ഒച്ചയിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ച അയാൾ പറ്റിച്ചു ശരിക്കും പറഞ്ഞു. അതെ, G7 ഉച്ചകൂടി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇടപാട് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളതായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. മോദിയോട് പറഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണ വഴിക്ക് നീ ഒന്ന് ഇവിടെ കയറിപ്പോടാ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പ്രോട്ടോക്കോൾ ലംഘിക്കുകയും മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നതായ ഒരുത്തനായി ട്രംപ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ അമേരിക്കയുമായിട്ട് ഉള്ള ഇടപാടുകളിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് നീങ്ങേണ്ടതാണ് എന്ന സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ കാരണം ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ വിമർശനം പ്രസക്തമല്ലേ? നമ്മുടെ നയതന്ത്രപരമായി നമ്മൾക്ക് വലിയൊരു ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട് അമേരിക്കയെ വിശ്വാസത്തിലെടുക്കുന്ന കാര്യത്തിൽ. അല്ല, നയതന്ത്രപരമായിട്ട് നമുക്ക് വീഴ്ച പറ്റുന്നത് നമ്മൾ എടുക്കുന്നതായിട്ടുള്ള സമീപനം കൊണ്ടല്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല, കാരണം നമ്മൾ ആശ്രയിക്കുന്ന വ്യക്തി അമേരിക്ക, അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി മാറിക്കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും അതിനകത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ട് ശ്രദ്ധിച്ച് ഇടപെടണമായിരുന്നു. ആ ഒരു ഇടപെടൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയ പാളിച്ച പറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല ശരിക്കും പറഞ്ഞു. അത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ സ്വഭാവ സവിശേഷത കൊണ്ട് സംഭവിക്കുന്ന ദുരന്തമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ശരിയാണ്, അത് നമുക്കൊരു നയതന്ത്രപരമായ പാളിച്ചയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അമേരിക്ക വിശ്വസിച്ച് പോയതാണ് അതിൽ ഏറ്റവും വലിയ അപകടം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സംഭവവികാസങ്ങളെല്ലാനും ഈ പുതിയ യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുക എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം. ഇന്ത്യയെ വളരെ ശ്രദ്ധിച്ചാണ് ഈ കാര്യത്തിൽ ഇപ്പം നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇറാനുമായിട്ടുള്ള ഒരു സൗഹൃദം, ഇസ്രായേലുമായിട്ടുള്ള സൗഹൃദം, നമ്മളെന്തിനാണ് ആ സൗഹൃദങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത്? പൊളിറ്റിക്കലായിട്ട് നമുക്ക് സ്റ്റാൻഡ് എടുക്കാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലൊക്കെ സ്വീകരിച്ചു പോകുന്ന ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചേരിചേരാ രാഷ്ട്ര സ്വഭാവം എന്ന് പറയുന്നത് അത് പിന്തുടരുക. തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുക, ശരിയായ കാര്യങ്ങൾ ശരിയാണെന്ന് പറയുക. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടക്ക് കൂടുതൽ അംഗീകാരം ഇന്ത്യക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുമുള്ളത്. പിന്നെ വ്യാപാര ബന്ധങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഇറാനിൽ നിന്ന് ഇന്ധനം കിട്ടുന്നത് കംഫർട്ടബിൾ പ്രൈസിനാണ്. റഷ്യയിൽ നിന്ന് നമ്മൾ ഇന്ധനം വാങ്ങിക്കുന്നത് വളരെ കംഫർട്ടബിളായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സൗഹൃദങ്ങളൊന്നും നമ്മളൊരു കാലത്തും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുകയില്ല. അമേരിക്കയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ആകെ ഈ ട്രംപിൻ്റെ വർത്തമാനം മാത്രമാണ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണവും യഥാർത്ഥത്തിൽ ലഭ്യമല്ല. നമ്മളുടെ എല്ലാ മിസൈലുകളും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് റഷ്യയുടെ സാങ്കേതിക സഹായത്താലാണ്. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എന്നും വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് നൽകിയിട്ടുള്ള റഷ്യയാണ്. റഷ്യയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. അതിനെയും തുടർന്നു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിൽ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ.